ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഒണിയൻ റൈസ് ആണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 തണ്ട് സ്പ്രിംഗ് ഒണിയൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത്. കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ് ചെയ്ത റെഡ് ചില്ലി, 1.5 കപ്പ് ബസുമതി റൈസിൻ്റെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് സവോള ചേർക്കാം. സവോളയും ചേർത്ത് നല്ലോണം വഴന്നു വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. അതും ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഒണിയൻ ചേർത്തതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ചോറ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ റൈസ് റെഡിയായി. അതിനെ ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.